വെൽക്കം ടു iPlus. ഞാൻ അക്ഷര. കേട്ടറ്റ് പരീക്ഷ ഇനി അടുത്തെത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനായിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്, കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇനിയുള്ള മണിക്കൂറുകൾ ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കുക, നല്ലൊരു സ്കോർ വാങ്ങി ഈ ഒരു എക്സാമിനേഷൻ പാസ്സാവുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കറിയാമല്ലോ, ഒരു ക്വാളിഫയിങ് എക്സാമിനേഷനാണ്, മറ്റാരുടെയും മാർക്ക് നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ല. ഒരു ഫിക്സഡ് സ്കോർ ഉണ്ട്, അതിൻ്റെ മേളിൽ നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എക്സാം നമ്മൾ പാസ്സാകും. ഫുൾ മാർക്ക് വാങ്ങേണ്ട ഒരു പരീക്ഷയല്ല അല്ലേ. അപ്പം നമ്മൾ വളരെ കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു സ്കോർ വാങ്ങാനും അതോടൊപ്പം തന്നെ ഈ ഒരു എക്സാം പാസ്സാവാനും സാധിക്കുന്നതാണ്. പിന്നെ ഈ ഒരു കേറ്ററ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർക്കുള്ള ഒരു ആശങ്കയാണ്, ഇപ്പം കേറ്ററ്റ് പാസ്സായി കഴിഞ്ഞാൽ വരുന്ന LPUP എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുമോ എന്നുള്ളത്. ഓൾറെഡി നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള ഒരു അറിയിപ്പ് വന്നു കഴിഞ്ഞു. ഡിസംബർ 30 നമ്മൾക്ക് LPUP നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളതും. അപ്പോൾ കേറ്ററ്റിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പാസ്സായിട്ടുണ്ടെങ്കിൽ LPUP എക്സാമിന് അപ്ലൈ ചെയ്യാം. അപ്പം ഈ ഒരു കേറ്ററ്റ് എക്സാം എഴുതുന്നവരെ കൂടെ പരിഗണിക്കുന്നതിനെക്കുറിച്ച് ഇതുവരെ കൃത്യമായിട്ടുള്ള ഔദ്യോഗിക വിശദീകരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. നിങ്ങൾക്കും എഴുതാൻ സാധിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഈ ഒരു ഡിസംബർ 30 എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും ഏജ് ഓവർ ആകാൻ പോകുന്നവരെ അവരെ ഒന്ന് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ വർഷം തന്നെ നമുക്ക് കേരള PSC ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുക എന്നുള്ള വസ്തുത കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കും. ഇൻ കേസ് ഈ ഒരു LPUP എക്സാം കഴിഞ്ഞ് പോയാലും കേറ്ററ്റ് പരീക്ഷ എഴുതിയെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു സ്കൂളിൽ നമ്മൾ ഗസ്റ്റായിട്ട് പഠിപ്പിക്കണമെങ്കിൽ പോലും കേറ്ററ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാൻഡേറ്ററി ആയി കഴിഞ്ഞു അല്ലേ. ഇപ്പോൾ സർവീസിലിരിക്കുന്ന അധ്യാപകർ പോലും കേറ്ററ്റ് എഴുതിയെടുത്തിരിക്കണം എന്നുള്ള നിയമം വന്ന സ്ഥിതിക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ കേറ്ററ്റ് ഇല്ലാത്തവർ, ഇപ്പം നിങ്ങൾ TTCയോ BEdോ ഒക്കെ ചെയ്തെങ്കിലും കേറ്ററ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേടിയെടുത്ത ഡിഗ്രി അത് വാലിഡ് ആകാത്ത ഒരവസ്ഥയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ പരീക്ഷകളുടെ കാഠിന്യങ്ങൾ കൂടി വരുന്നതിന് മുമ്പായിട്ട് എത്രയും വേഗം തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു പരീക്ഷ നിങ്ങൾ എഴുതി എടുക്കാം. അപ്പം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് ഒരുപാട് റിസോഴ്സസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് പേരും റിവിഷൻ നടത്തുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പോകാനായിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയും അക്കാദമിക് കൗൺസിലറിൻ്റെ സപ്പോർട്ടോട് കൂടി ടൈം ടേബിളോട് കൂടി തന്നെ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മോടൊപ്പം iPlusലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൃത്യമായിട്ട് എക്സാംസ് ഒക്കെ ചെയ്ത് പോകുമ്പോഴത്തേക്കും ഒരു കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഇനി പറയാനുള്ളത്, ഇനിയുള്ള മണിക്കൂറുകൾ നല്ല രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഒരിക്കലും കേറ്ററ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഈ വരാൻ പോകുന്ന ഒരു LPUP ആണ് അന്തിമ ലക്ഷ്യം എന്ന് വിചാരിച്ചിരിക്കരുത്. ഇനിയും ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. നമുക്ക് സ്പെഷ്യൽ എക്സാമിനേഷൻസ് കഴിഞ്ഞ ഒരു LPUP മെയിൻ എക്സാമിന് ശേഷം ഒരുപാട് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്സ് ഒക്കെ നടന്നിട്ടുള്ളതാണ്. അതുകൂടാതെ ഇപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു സെറ്റ് കഴിയുമ്പോഴത്തേക്ക് HSA എക്സാംസും ഒരു 2025 അവസാനത്തോടു കൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ എന്താണ്, കേറ്ററ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ എക്സാം എഴുതാൻ പറ്റിയില്ല. അവസരങ്ങൾ മുന്നിലെത്തുമ്പോൾ കേറ്ററ്റ് ഇല്ലാത്തത് കൊണ്ടത് നഷ്ടപ്പെടുത്തി എന്ന് വേണ്ട, എത്രയും വേഗം തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, കേറ്ററ്റ് എക്സാം പാസ്സാവുക. അപ്പോൾ ഈ തവണ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.